ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴ് ഇന്നൊരു ചട്ടിയിലോട്ട് കുറച്ച് തൈരും ഇനി അതിലേക്ക് കുറച്ച് കൊത്തമര ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം കൊത്തമര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് കൊത്തമരേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത്രയും മതിയാവും. കണ്ടോ, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ആ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയ കൊത്തമരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അതങ്ങനെ തന്നെ ഇടാം. അതാണ്ട് ഇതുപോലെയാണ് കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ ഞാൻ എല്ലാം ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ കൊത്തമര അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കറിലാണെങ്കിൽ ഒരു വിസിലൊക്കെ കേട്ടാൽ മതിയാവും, അപ്പോഴേ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം, ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ അതാണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം, അത് അവിടെ നിന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 1.25 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കാണാം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിരുന്ന നമ്മുടെ ആ കൊത്തമരയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊത്തമരയൊക്കെ കണ്ടോ, ഈ ഒരു പാകത്തിനാണ് വെന്ത് കിട്ടേണ്ടത്. വേവുമ്പോഴേക്ക് കളറൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇത് പുതുതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ദാണ്ട് ഞാനിതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് കൊത്തമര എടുത്ത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ടേ. അപ്പോൾ അതാണ്ട് ഇത്ര മാത്രം ഞാനൊന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചേർക്കാൻ നോക്കിയിട്ട് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിത് എടുത്ത് അല്ലാതെ ചേർക്കുകയാണ് കേട്ടോ. ചൂടാന്നറിയാതെ ചട്ടി കയറി പിടിച്ചു. ഇപ്പോൾ കയ്യിൽ വീണ് ചട്ടി പൊട്ടേണ്ടതായിരുന്നു. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ആ ചട്ടി തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്കൊന്നും കണക്കൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചേർക്കാം കേട്ടോ. ഇനി ഒരു വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് എല്ലാം കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പച്ചമുളക് നിങ്ങളുടെ കണക്കിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാള അരിഞ്ഞതാണ് കേട്ടോ. അപ്പം സവാള അരിഞ്ഞത് കൂടെ ഒരു കുഞ്ഞ് സവാള എടുത്ത് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞുള്ളി എടുക്കാനുള്ള ചെറിയതായിട്ടുള്ളൊരു മടി കാരണം മാത്രം സവാള എടുത്തതേ ഉള്ളൂ.
ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ആ സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് നേരം കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതിയേ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ കൊത്തമര വേവിച്ചത് അരച്ച് വെച്ചായിരുന്നല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിലരുടെ ഒരു സംശയമാണ് ഇപ്പോൾ വരുന്നത്, കൊത്തമര അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഉണ്ടാവില്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിന് അങ്ങനത്തെ ഒരു കയ്പ്പും ഇല്ല കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റുമാണ്, പകരം കയ്പ്പൊന്നും വരില്ല. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച കൊത്തമര ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, ഞാൻ എല്ലാം കൂടെ ചേർത്തൊന്നങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ എണ്ണയിലിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റി എടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം. കാര്യം നമ്മൾക്ക് ഇതിലേക്ക് ഇനി തൈര് ചേർക്കണം. അപ്പോൾ ഒന്നാമത് ഈ ചട്ടിക്ക് നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തൈരും കൂടെ ഡയറക്റ്റ് അങ്ങ് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം കൊത്തമര വേവിച്ചപ്പോൾ മാത്രമല്ലേ ഉപ്പ് ചേർത്തോളൂ. അപ്പം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അടിപൊളി ഒരു മോരുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. അപ്പോൾ നല്ലൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ സൈഡിലൊരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ കൊത്തമര വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും